എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അടയുണ്ടാക്കാം. അടയുണ്ടാക്കുന്നത് എന്നാ കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പോലത്തെ അടയല്ല. നമ്മുടെ വീട്ടിലൊക്കെ ഈ അമൃതം പൊടി കിട്ടത്തില്ലേ? പിള്ളേരൊക്കെ ഉള്ളപ്പം ഈ അംഗൻവാടിയിൽ നിന്ന് അവർക്ക് അമൃതം പൊടി കിട്ടത്തില്ലേ? ഇപ്പം അവർക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിലും അത് കഴിക്കാം. അടയാക്കിയാൽ നല്ല അടിപൊളിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അടയാക്കാമെന്ന്. എനിക്ക് അതുകൊണ്ട് അട ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും നമുക്ക് എന്നാ ഇതുപോലെ ആക്കി ചിലപ്പം ചില പിള്ളേർ ഇതിങ്ങനെ കുറുക്കാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമില്ലായിരിക്കും. ചിലർ കഴിക്കത്തില്ല ചില പിള്ളേർ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ അട പോലെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം കഴിക്കും. ഇപ്പം ആക്സിലാണെങ്കിൽ എൻ്റെ കൊച്ചാണെങ്കിൽ പോലും അവന് കുറുക്ക് പോലെ കഴിക്കത്തില്ല. പക്ഷേ ഇത് അട പോലെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കും. അപ്പോൾ അവന് വേണ്ടി ചിലപ്പോൾ ആക്കുമ്പോൾ നമ്മളും ആക്കും. അങ്ങനെയൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ എല്ലാ ദിവസവും ആക്കുമായിരുന്നു കേട്ടോ. പിന്നെ പപ്പയ്ക്ക് കുറച്ച് ഷുഗറിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നെ പപ്പ കഴിക്കാത്തപ്പോൾ പിന്നെ നമ്മൾ തന്നെ ആക്കി കഴിക്കും എന്തോ പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ജസ്റ്റ് ഒന്ന് ആക്കി നോക്കാമെന്ന്. അപ്പം നമുക്ക് തുടങ്ങാം. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട മെയിനായിട്ടൊരു സാധനം വേണം, ഇല. നമ്മൾ വാഴയിലക്കകത്താണ് കേട്ടോ അട ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴയിലയിൽ ഉണ്ടാക്കുന്ന അട. പിന്നെ അത് പക്ഷേ ഈ പുഴുങ്ങുന്നില്ല, നമ്മൾ അപ്പച്ചെമ്പിനകത്ത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതില്ല അപ്പച്ചെമ്പ്, അതിനകത്ത് വെച്ച് ചിലപ്പോൾ പുഴുങ്ങി നമ്മൾ അട ഉണ്ടാക്കും. പക്ഷെ അത് ഈ അമൃതം പൊടി വെച്ച് അങ്ങനെ അടയാക്കിയാൽ ഒരു രസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പം അതൊരുമാതിരി ഇങ്ങനെ ഒരു ഇഴുകിയ പോലെ അതിങ്ങനെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ അല്ലെങ്കിലും എനിക്കിങ്ങനെ ഈ ദോശക്കല്ലേ ചുടുന്ന അടയാണ് എനിക്കിഷ്ടം. അപ്പം നമ്മൾ അതുപോലെ കേട്ടോ ഉണ്ടാക്കും. നമ്മൾ അപ്പച്ചെമ്പിനകത്തുള്ള അടയല്ല. നമ്മളിങ്ങനെ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അമ്മമാരിങ്ങനെ ദോശക്കല്ലയിൽ അട ചുട്ട് തരികയല്ലേ, അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വാഴയില വേണം. വാഴയില പറിക്കാൻ പോവാം. അപ്പം നമ്മൾ വാഴയില എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് വാഴ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നല്ല ഇലയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് എടുക്കാമെന്ന്. അപ്പം എന്നാ നമ്മുടെ എന്താണ് ആക്സിലിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിലൂടെ കോഴികളെ ഇതിലൂടെയൊക്കെ നടപ്പുണ്ട്. ആക്സിൽ കണ്ടിട്ടുണ്ട് കോഴിക്ക് സമാധാനമില്ല. ആക്സിലിനെ കാണുന്ന പാടെ കോഴി 4 പാട് ഓടും. നമ്മളെയൊന്നും പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ആക്സിലിനാണെങ്കിൽ കോഴീനെ ഓടിക്കും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ആത്തച്ചക്കയൊക്കെ കുറേ 1, 2 എണ്ണമൊക്കെ പഴുത്ത് നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പം ചിലതൊക്കെ ഇപ്പം പച്ചയായിട്ടേ ഉള്ളൂ, ഇതൊന്നും മൂത്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇല പറിക്കാൻ വേണ്ടി മുകളിലേക്ക് പോവാം കേട്ടോ. ഇല ഒരില മാത്രം മതി, ചെറിയൊരില മതി. നമ്മൾ ഒരെണ്ണം മാത്രമേ ആക്കുന്നുള്ളൂ, കുറേ ആക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒരെണ്ണം മാത്രം ആക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരില മതി, പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ചാൽ മാത്രം ചെറിയ തീയിൽ നമ്മൾ എന്നാ ഇതാക്കണം. അല്ലാണ്ട് വലിയ തീ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗവും ഇല്ല, കരിഞ്ഞും പോവും. അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ ആക്കണം. അതാണ് അതിനെ കുറച്ച് സമയം എടുക്കുള്ളൂ, വേറെ സമയമൊന്നുമില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത് കേട്ടോ. അപ്പം ഞാനിതിനകത്ത് ഏത് ഇല വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ നമ്മുടെ ഇപ്പം ഈ റബ്ബർ പൂക്കുന്നില്ലേ, ആ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിറച്ചും ഈ റബ്ബറിൻ്റെ ആ പൂവ് ഇങ്ങനെ വീണിട്ടും പിന്നെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഇലയ്ക്കകത്ത്. അപ്പോൾ നമ്മൾ ഇലയെല്ലാം നല്ല വൃത്തിക്ക് കഴുകിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് അട ചൂടാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇലയൊക്കെ നല്ല വൃത്തിക്ക് 2 സൈഡും കഴുകി റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് തുടങ്ങണം. നമ്മുടെ അമൃതം പൊടി കുഴയ്ക്കണം. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിടണം. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഓർത്തത് ഇവിടെ ഓൾറെഡി തേങ്ങയൊക്കെ എപ്പോഴും ഇങ്ങനെ പൊതിച്ച് വെക്കുന്നതാണ് കേട്ടോ കുറച്ചധികം. അപ്പോഴാണ് ഞാനൊരു നഗ്നസത്യം മനസ്സിലാക്കിയത്, തേങ്ങയില്ല. അപ്പോൾ ആണെങ്കിൽ നമുക്കിനി തേങ്ങ പൊതിക്കാൻ പോകണം. അപ്പോൾ തേങ്ങ പൊതിക്കുന്ന ഒരു സീനാണിത് കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങ പൊതിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ പപ്പ എപ്പോഴും തേങ്ങ പൊതിച്ച് വെക്കും കുറച്ചധികം. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ തേങ്ങ പൊതിക്കാൻ പോകണ്ടേ, അതുകൊണ്ട്. അപ്പോൾ ആണെങ്കിൽ ആദ്യം പണ്ടൊന്നും എനിക്ക് തേങ്ങ പൊതിക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ, പണ്ട് ചെറുപ്പത്തിലൊന്നും. പിന്നെ ഞാൻ ഇപ്പോഴൊക്കെയാണ് പൊതിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം അങ്ങനെ നമ്മൾ വിജയകരമായി തേങ്ങ പൊതിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന ചടങ്ങിലേക്ക് കടന്നേക്കുവാണ്.
ഇത് എനിക്ക് ചിലപ്പം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് വേറെ പല പല രണ്ട് സൈസായി പോകും കേട്ടോ. ഇപ്പം എന്തായാലും കൃത്യമായിട്ട് രണ്ടും ഒരേ സൈസിൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ചിലപ്പം ഞാൻ പൊട്ടിക്കുമ്പോൾ ഒരു സൈഡിലേക്കൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടാസ്ക്കാണ് കേട്ടോ, തേങ്ങ പൊട്ടിക്കുന്ന സീന്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഉള്ളൂ തേങ്ങ ചിരണ്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഒരെണ്ണമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ അമ്മയുടെ പുതിയൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിവിടെ ടൗണിലൊരു മേള പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് 2-3 എണ്ണം ഒരുമിച്ചൊരു കോംബോ പാക്ക് പോലെ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. 2-3 എണ്ണം ഉണ്ട്. അടിപൊളി പാത്രം കേട്ടോ, ഇങ്ങനെ കുഴയ്ക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അമൃതം പൊടി നമ്മൾ എടുക്കുവാണ്. കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ ചിലപ്പം കുറേ ഉള്ള പോലെ അതിങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. നമ്മൾ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള നമ്മൾ അമൃതം പൊടി നമ്മൾ എടുക്കുക കേട്ടോ. പണ്ടത്തെ അമൃതം പൊടിക്കായിരുന്നു ഇങ്ങനെ ഭയങ്കര ഒരു മധുരമൊക്കെ, ഭയങ്കര നമ്മളിങ്ങനെ ചെകിടിച്ച് പോകുന്ന മധുരം പോലെ. അപ്പോൾ ഇപ്പോഴത്തെ അമൃതം പൊടിക്കൊന്നും അങ്ങനെ മധുരമൊന്നുമില്ല കേട്ടോ. അധികം ഒരു ചെറിയൊരു മധുരം അത്രയേ ഉള്ളൂ. ഭയങ്കര അങ്ങോട്ട് മധുരമൊന്നുമില്ല. പണ്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ പണ്ട് ഇതിന് ഭയങ്കര മധുരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നല്ല പാകത്തിന് മധുരമാണ്. അപ്പോൾ അതിനകത്തായിട്ട് നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ ചിരണ്ടി വെച്ച തേങ്ങ അങ്ങോട്ട് ഇടുവാണ്. പിന്നെ കുറച്ച് നമ്മൾ ചൂടുവെള്ളം വേണമെന്നില്ല, നമ്മൾ തിളപ്പിച്ച വെള്ളമില്ലേ അത് കുറച്ച് ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഒഴിക്കുക. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടുക. ഇത്രയും സംഭവമുള്ളൂ. കുറച്ച് ഉപ്പ് മതി കേട്ടോ, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. എന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല, ഞാൻ ചുമ്മാ ഒരു രസത്തിന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരാവശ്യത്തിന് അളവിൽ ഒഴിക്കണം. പായസം പോലെ കുറേ ഓവറായിട്ടുണ്ടെങ്കിൽ പിന്നെ പായസം പിന്നെയും പൊടി നമ്മൾ ഇടേണ്ട വരും. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് അങ്ങോട്ട് കുഴയ്ക്കുക. പിന്നെ നമ്മുടെ ഇല എടുത്ത് അങ്ങോട്ട് പരത്തുക. അത്രേ പരിപാടിയുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം മാത്രം ആക്കേണ്ടതുകൊണ്ട് അത്രയും പെട്ടെന്നാവുമല്ലോ. പിന്നെ കുറേ എണ്ണം ആക്കുമ്പോഴൊക്കെയാണ് സമയം കുറേ വേണ്ടത്. കുറേ എണ്ണം നമ്മൾ പരത്തണമല്ലോ ഇലയ്ക്കകത്ത്. അപ്പം നമ്മുടെ ഈ ഒരു രീതിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തുമ്പം ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അന്നേരം നമ്മൾ കുറച്ച് വെള്ളം ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇല നല്ല വൃത്തി ആയിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതിനകത്തോട്ട് നമ്മളിത് മൊത്തം ഞാൻ വെച്ചു കേട്ടോ. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം അതിനകത്തോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പരത്തുന്നത്. ചിലർ ഈ ഒരു രീതിക്കല്ല കേട്ടോ ഈ ഇല മടക്കുന്നത്. ഞാൻ ഈ രീതിക്കാണ് മടക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ രീതിയാണല്ലോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് അധികം കട്ടിയില്ലാതെയാണ് എനിക്കിഷ്ടം കേട്ടോ. ഭയങ്കര ഇങ്ങനെ നൈസായിട്ട് കട്ടിയില്ലാണ്ട് നമ്മൾ പരത്തണം. എന്നാലേ ഇത് വേകുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കട്ടിക്കങ്ങോട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തം പോലെ ഇരിക്കും. എനിക്കിഷ്ടമല്ല. പിന്നെ വേകുകയില്ല. ആകെ ഇങ്ങനെ വേകേണ്ട പുറം മാത്രം ഇങ്ങനെ വെന്തിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലോണം ഇങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല വൃത്തിക്ക് ഞാൻ കട്ടിയില്ലാണ്ട് ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ഞാനത് നടുക്കൂടെ അങ്ങ് മടക്കുക കേട്ടോ ചെയ്യുന്നത്. ചിലരിങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളിനി ഇത് അടുപ്പിലേക്ക് വെക്കാൻ പോവാണ് അട ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു പഴയ പാത്രം കേട്ടോ. ആരും കണ്ടിട്ട് ഞെട്ടരുത്. ഇതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ അതിൻ്റെ ആ ഒരു കോട്ടിങ് പോകത്തില്ലേ, അപ്പോൾ നമ്മളത് തേച്ചൊരച്ച് അതിൻ്റെ ഫുൾ അങ്ങോട്ട് കളഞ്ഞു, ആ ഒരു കോട്ടിങ്. അപ്പോൾ അത് ഫുള്ളിങ്ങനെ ഉരച്ചൊരച്ച് നമ്മൾ കളഞ്ഞു. എന്നിട്ട് ആ ഒരു പാത്രം നമ്മൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അട ചൂടാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദോശ ചൂടുന്ന ദോശക്കല്ലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ അട ചൂടാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശ ചൂടുമ്പോൾ ഇത് കിട്ടത്തില്ല, ഇങ്ങനെ അടി പിടിക്കും. അതായത് ഇത് അട ചുട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ കരിഞ്ഞിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമ്മൾ ദോശക്കല്ല് യൂസ് ചെയ്യാറില്ല. പകരം ഈ നോൺ സ്റ്റിക്കിൻ്റെ പഴയൊരു പാത്രം ഇങ്ങനെ തേച്ചരച്ച് കഴുകി അതിൻ്റെ ആ കോട്ടിങ് ഫുള്ളും കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അത് ദോശക്കല്ല് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നതാണ്. അന്നേരമാണ് നമ്മളൊരു കാര്യം ഓർത്തത്, ഷീറ്റ് എടുത്ത് വെച്ചില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പം പപ്പയും അമ്മയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ആക്സലും ഇല്ല, അവർ ഒരു സ്ഥലം വരെ പോയേക്കുവാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങെടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഗ്യാപ്പിൽ നമ്മുടെ പണികളെല്ലാം ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ്. അപ്പം അങ്ങനെ നമ്മൾ ഷീറ്റൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മാത്രം മതിയല്ലോ. ഇതിനിടയ്ക്ക് നമ്മൾ വേറെ ഇനി ഇടാനോ പെറുക്കാനോ ഒന്നുമില്ല. ജസ്റ്റ് ഇടയ്ക്കൊന്ന് നോക്കി പോയി മറിച്ചിടുക, അത്രേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു വശം കുറച്ചായിട്ടുണ്ട് കേട്ടോ.
അപ്പം നമ്മളത് എന്നാ മറിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇട്ടപാടെ നമ്മളിത് വെച്ചപാടെ വേഗം പോയി മറിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. ഒരു വട്ടം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് പോയി അത് മറിച്ചിട്ടുണ്ട്, അത് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ കണ്ടോ, ഒരു സൈഡ് കുറച്ച് ഏകദേശമല്ല, കുറച്ചായിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം. അപ്പോൾ ഏകദേശം ഇത് ഒരു സൈഡ് കുറച്ചായിട്ടുണ്ട് കണ്ടോ. ഇടുമ്പോഴത്തേനും ഒരു വാഴയിലേൻ്റെ ഒരു മണമുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, എന്നാ രസമാണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം. അപ്പോൾ അത്രയ്ക്ക് നല്ല വാഴയില എന്ന് പറയുന്നൊരു സംഭവം കേട്ടോ. ഭയങ്കര എന്നാ പറയണ്ടേ, ഇത് ആ ചൂടായിട്ടിരിക്കുന്ന കല്ലിലേക്ക്, ദോശക്കല്ലിലേക്ക് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമുണ്ട്. അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഈ അടയ്ക്കും കിട്ടും കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, എല്ലാവരും ഈ വാഴയിലയിലെ അട കഴിച്ചിട്ടുള്ളതല്ലേ. അപ്പം നമ്മളൊരു സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും സൈഡ് മറിച്ചിടുവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കുറച്ച് കരിഞ്ഞിട്ടുള്ളതാണ് എനിക്കിഷ്ടം. എനിക്കിങ്ങനെ കുറച്ച് കരിഞ്ഞ് കത്തേൽ ഒരു ബ്ലാക്ക് കളർ വരണം, അതാണ് എനിക്കിഷ്ടം കേട്ടോ. ഇപ്പോൾ ഇത് ഇച്ചിരിയേ കരിഞ്ഞിട്ടുള്ളൂ, ഇത്രയൊന്നും എനിക്ക് പോരാ. നല്ലോണം കുറച്ച് കരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടും എനിക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ ചിലർക്ക് ജസ്റ്റ് ഒന്ന് ഇതായ ഒരു കളറ് മാറിയാൽ മതി. ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് ഇങ്ങനെ കരിയുന്ന പോലെയൊക്കെ അവരൊന്നും അത് കഴിക്കത്തില്ല. പക്ഷേ എനിക്ക് നല്ല കരിഞ്ഞ പോലെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കരിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എന്നാ എല്ലാവരും എന്നെ വഴക്ക് പറയും, ഇവൾ എന്നെ കരിഞ്ഞതാണ് ഇവൾ തിന്നുന്നത്, ഇവളെപ്പോഴും കരിക്കും എന്നൊക്കെ പറയുന്നത്. നമുക്കൊരിഷ്ടം അങ്ങനെയായിരുന്നു, നമ്മൾ ഓട്ടോമാറ്റിക്കായി അങ്ങനെ ആയിപ്പോവും കേട്ടോ. പിന്നെ എനിക്ക് മാത്രമേ ഞാൻ കരിക്കാറുള്ളൂ. എല്ലാവർക്കും ആക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും നോർമലായിട്ടുള്ള സംഭവം ആക്കും. അപ്പോൾ ഞാൻ കരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണാടി പോയി കുറച്ച് കോപ്രായം കാണിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇത് ചെറിയ തീയിലാണ് വെക്കേണ്ടത്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. നമുക്ക് ഇങ്ങനെ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് ഇതാക്കാനൊരു ടെൻഡൻസി നമുക്കുണ്ടാകും. പക്ഷേ ആണെങ്കിൽ കൂട്ടിയാൽ നമ്മുടെ ഇതെന്തായാലും ഉറപ്പായിട്ടും കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ അട ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും എനിക്ക് കരിക്കാൻ പറ്റുള്ളൂ. ഒരു വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് അധികം കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഞാൻ കരിച്ചേനെ. അപ്പം എല്ലാവരും എന്നെ ഇങ്ങനെ പറയും കേട്ടോ, ഇവൾ കരിച്ചിട്ടാണോ ഇവൾ തിന്നുന്നതെന്നൊക്കെ. അപ്പം ഞാൻ ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടി വിയൊക്കെ കണ്ടുകൊണ്ട് അട തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ആ വാഴയിലേൻ്റെ ആ ഒരു മണവും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വാഴയില തന്നെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിരിക്കും. അമൃതം പൊടിയും കൊണ്ട് എല്ലാം കൊണ്ടൊക്കെ ഇനിയും വേറെ എന്തോ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിള്ളേർക്ക് കുറുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ അടയാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.